പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തേങ്ങിക്കരയുകയാണ് മലപ്പുറം പാങ്ങിലുള്ളവർ. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ പൊതുദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരങ്ങളാണ് ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോയവരുടെ ജീവിതമറ്റ അല്ലെങ്കിൽ ചേതനയേറ്റ ശരീരമായി അവർ മടങ്ങിയെത്തിയതിൻ്റെ ആഘാതത്തിലാണ് ആ നാടൊന്നാകെയുള്ളത്. അവർക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല. അവരുടെ ഉറ്റവർ, അവരുടെ പ്രിയപ്പെട്ടവർ അവർ ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം പുരോഗമിക്കുമ്പോൾ നാടിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് അവരെ ഒരു നോക്കു കാണാനായി അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാടൊന്നാകെ അവർക്ക് അർഹമായ യാത്രാമൊഴി ഏകാനായി അവിടെ വരി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും പൊതുദർശനം ഒരുപാട് സമയം നീണ്ടേക്കാം. കാരണം അത്രയധികം ആളുകൾ അവിടേക്ക് അവരെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാൽപ്പാറയിലുണ്ടായ ആ അപകടത്തിലാണ് 9 പേരുടെ ജീവൻ ആ നാടിന് ഒന്നാകെ നഷ്ടമാകുന്നത്. ദാരുണാന്ത്യമുണ്ടാവുകയായിരുന്നു. അപ്പോൾ ഉച്ചവരെ ഒരു നോക്ക് കാണാനായുള്ള വലിയ തിരക്ക് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടെ വേർപാടിൽ തേങ്ങിക്കരയുന്ന ഒരുപാട് പേരെ കാണാം. അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയ അധ്യാപകരെ നഷ്ടമായതിൻ്റെ വേദനയിൽ വിങ്ങലിൽ അവിടെ എത്തിച്ചേർന്ന ഒരുപാട് കുഞ്ഞു മനസ്സുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൊതുദർശനം 9 മണിയോടുകൂടിയാണ് അവിടെ ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ സമയം പൊതുദർശനം സ്കൂളിലുണ്ടാകും. അതിന് പിന്നാലെ വിവിധ മഹലുകളിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂറത്തെ പൊതുദർശനം പൂർത്തിയാക്കി വിവിധ മഹലുകളിലേക്ക് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിലാണ് പൊതുദർശനം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിനിയും ഒരുപാട് വൈകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മലപ്പുറം പാങ്ങ GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരനും ഉൾപ്പെടെ 9 പേരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. 13 പേരായിരുന്നു ആ അപകടത്തിൽപ്പെട്ട ട്രാവലറിൽ ഉണ്ടായിരുന്നത്. മറ്റ് 4 പേർ ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പാങ്ങിലെ സ്കൂളിൽ നിന്ന് ജംഷീർ കുടുങ്ങിയും സലാം മുഹമ്മദും ചേരുന്നുണ്ട്. ജംഷീർ, പൊതുദർശനം പുരോഗമിക്കുകയാണ്. ആയിരങ്ങൾ അവസാനമായി അവരെ ഒരു നോക്കു കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും പൊട്ടിക്കരയുന്നു, തേങ്ങിക്കരഞ്ഞ് മാറിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊതുദർശനം ഇനിയും ഒരുപാട് നീളാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിരുന്നത് 1 മണിക്കൂർ സമയമായിരുന്നു പൊതുദർശനം എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ 1 മണിക്കൂറിൽ തീരില്ല എന്നുള്ളതാണ്. കാരണം ആ 1 മണിക്കൂർ ഇപ്പോൾ തന്നെ ഏതാണ്ട് ആയിട്ടുണ്ട്. കാരണം 9:15 കൂടിയാണ് മൃതദേഹം പൊതുദർശനം ആരംഭിച്ചത്. 9 മണിയോട് കൂടി ആംബുലൻസുകൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാരുമായിട്ടുള്ള ആംബുലൻസുകൾ ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വരുന്നു. പിന്നീട് ആംബുലൻസുകൾ ഫ്രീസറുകളിലേക്ക് മാറ്റുന്നു. അതിനുശേഷം 9:15 കൂടി പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികൾ, ടീച്ചർമാർ, വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പൊതുദർശനത്തിന് ടീച്ചർമാരെ കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആണ് പിന്നീട് പൊതുജനങ്ങൾ വന്നത്. ഇപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു, 1 മണിക്കൂറിനോട് അടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ തീർന്നിട്ടില്ല. എന്ന് വെച്ചാൽ വലിയ ഒരു ജനപ്രവാഹമാണ് ഇപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ അവരെയൊന്നും ഈ വെയിലത്ത് നമുക്കറിയാം വലിയ ചൂടാണ്. ആ ചൂടത്ത് പൊരിവെത്ത് അത്രയും പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോവുകയാണ്.